പോസ്റ്റ്മോർട്ടം വേണ്ടെന്ന് ഷാർജയിൽ ജീവനൊടുക്കിയ വിഭജികയുടെ കുടുംബം. സംസ്കാരം നീണ്ടുപോകുമെന്ന കാരണം കൊണ്ടാണ് കുഞ്ഞിന്റെ മൃതദേഹം UAE-യിൽ സംസ്കരിക്കാൻ സമ്മതിച്ചതെന്നും കുടുംബം വ്യക്തമാക്കി. വിഭജികയുടെ മൃതദേഹം ഉടൻ നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസമെന്നും UAE-യിലെ നിയമത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും കുടുംബം പറഞ്ഞു. വിഭജികയുടെ മൃതദേഹം നാട്ടിലും കുഞ്ഞിന്റെ മൃതദേഹം UAE-യിലും സംസ്കരിക്കാനാണ് തീരുമാനം. UAE-യിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. വിഭജികയുടെയും മകൾ വൈഭവിയുടെയും മരണവുമായി ബന്ധപ്പെട്ട് നിലനിന്ന അനിശ്ചിതത്വങ്ങൾക്കാണ് ഇന്നിപ്പോൾ വിരാമമായിരിക്കുന്നത്. വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിലും അതോടൊപ്പം തന്നെ മകൾ വൈഭവിയുടെ മൃതദേഹം ഇവിടെ സംസ്കരിക്കുന്നതിലും ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. വിഭജികയുടെ ഭർത്താവ് മകളുടെ മൃതദേഹം ഇവിടെ സംസ്കരിക്കണമെന്ന വാശിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതിനെതിരെ വിഭജികയുടെ അമ്മയടക്കമുള്ള കുടുംബാംഗങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നതോടുകൂടിയാണ് ഈ ഒരു വിഷയത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തത്. ഇത് ഇന്ത്യൻ കോൺസുലേറ്റ് പിന്നീട് ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. ഇന്ത്യൻ കോൺസുലേറ്റ് നേതൃത്വത്തിൽ ഇന്ന് ഉച്ച മുതൽ ഒരു സമവായ ചർച്ച നടന്നു. ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ പ്രതിനിധിയും ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നാണ് ഇരു കുടുംബങ്ങളെയുമായി ഒരുമിച്ചിരുത്തി സമവായ ചർച്ച നടത്തിയത്. ഈ സമവായ ചർച്ചയിലാണ് ഇന്നിപ്പോൾ ഒരു തീരുമാനമായിരിക്കുന്നത്. അതായത് വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനും മകളുടെ മൃതദേഹം ഇവിടെ സംസ്കരിക്കുവാനും ഇപ്പോൾ വിഭജികയുടെ കുടുംബം അംഗീകാരം നൽകിയിരിക്കുകയാണ്, അതിന് സമ്മതിച്ചിരിക്കുകയാണ്. അതായത് വിഭജികയുടെ കുടുംബം പറയുന്നതനുസരിച്ച് ഇനിയും കുഞ്ഞിന്റെ മൃതദേഹം വെച്ച് കളിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നാണ്. പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹം കഴിഞ്ഞ 10 ദിവസങ്ങളിലായി മോർച്ചറിയിൽ ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇനിയും ഒരു പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹം ഇത്തരത്തിൽ സൂക്ഷിക്കാൻ തങ്ങൾ തയ്യാറല്ല. എത്രയും പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം, കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കാനുള്ള നടപടിയിലേക്ക് കടക്കണമെന്നാണ്. അതിനാലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് തങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാണ് വിഭജികയുടെ കുടുംബം പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിഭജികയുടെ മൃതദേഹം സംസ്കരിക്കേണ്ടതുണ്ട്. വിഭജികയുടെ മൃതദേഹം ഇനിയിപ്പോൾ നാട്ടിലെത്തിക്കേണ്ടതുണ്ട്. ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ സാഹചര്യത്തിൽ ആത്മഹത്യ തന്നെയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. അസ്വാഭാവികത ഇല്ലാത്തതിനാൽ എംബാമിംഗ് നടപടികൾ, മറ്റ് നിയമ നടപടികളെല്ലാം തന്നെ ഉടൻ പൂർത്തിയാക്കി മൃതദേഹം ഉടൻ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നാളെ ഉണ്ടാകും. നാളെ മറ്റന്നാളുമായി ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ വിഭജികയുടെ മകളുടെ മൃതദേഹം സംസ്കരിക്കുന്നത് നാളെ ദുബായിൽ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ വിഭജികയുടെ കുടുംബത്തെ ഭർത്താവ് നിതിൻ്റെ കുടുംബം അറിയിക്കുമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഏറെ നാൾ നീണ്ടുനിന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരിക്കുന്നു. വിഭജികയുടെ മകളുടെ മൃതദേഹം നാളെ അടുത്ത ദിവസം തന്നെ സംസ്കരിക്കും. വിഭജികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട്. അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. വിഭജികയുടെ കുടുംബത്തിന്റെ പ്രതികരണം കൂടി കാണാം. അവർ പറയുന്ന പോലെ നടക്കട്ടെ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ അവരുമായിട്ട് സമ്മതിച്ചു. അതായത് വിഭജികയുടെ ശരീരം നമുക്ക് തരും, കുട്ടിയുടെ കാര്യങ്ങൾ ഇവിടെ അവർ ചെയ്യും, നമ്മളും കൂടെ നിൽക്കുമ്പോൾ, അതായത് നമ്മളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് പിരിഞ്ഞിരിക്കുന്നത്. നമുക്ക് നമ്മുടെ മോളെ ആചാരപ്രകാരം അത് അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എല്ലാവരും പോവും. ഇവൻ ആദ്യമായിട്ട് കാണുകയാണ്, സ്വന്തം അനിയത്തിയുടെ കുട്ടീനെ ആദ്യമായിട്ട് കാണുന്നത്. അതിൻ്റെ ശവസംസ്കാര ചടങ്ങിന് അതിനൊരു ഭാഗ്യം വേണമല്ലോ, അതൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിന് കൂടുതൽ കമൻസ് ഒന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ ആ റൂളിനും അതിൻ്റെതായ ഇതുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിന് കൗണ്ടർ ചെയ്യാം, പക്ഷേ കൗണ്ടർ ചെയ്തിട്ട് മാസങ്ങളോളം നമ്മളൊരു കുട്ടീനെ ഫ്രീസ് ചെയ്ത് വെക്കാൻ നമുക്ക് താല്പര്യമില്ല.